കൊട്ടിക്കലാശം കഴിഞ്ഞ പ്രചാരണം നിശബ്ദമായെങ്കിലും വലിയ ശബ്ദകോലാഹലങ്ങളായിരുന്നു ഇന്ന് കേരളത്തിൽ കേട്ടത്. വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച കിറ്റുകൾ പിടികൂടി. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന UDF വാദവും ഏറെ വിവാദമായി ഇന്നത്തെ പകലിൽ. കിറ്റുകൾ വയനാട്ടിൽ BJPക്ക് തലവേദനയായപ്പോൾ ആലത്തൂരിലെ ആയുധങ്ങളാണ് CPIMനെ വലച്ചത്. കേരളം ബൂത്തിലേക്കെത്താൻ ഈ രാത്രി മാത്രമാണ് ബാക്കി. ശബ്ദപ്രചാരണം അവസാനിച്ചുവെങ്കിലും വിവാദങ്ങൾ തീരുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റിലാണ് വയനാട്ടിൽ വാദപ്രതിവാദങ്ങൾ ശക്തമായത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇന്നലെയാണ് 2 വാഹനങ്ങളിലും ഭക്ഷ്യോൽപ്പന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നും കിറ്റുകൾ പിടികൂടിയത്. ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ BJP തയ്യാറാക്കിയ കിറ്റുകളെന്ന് LDFും UDFും ആരോപിച്ചു. കിറ്റുകൾക്ക് BJPയുമായി ബന്ധമില്ലെന്നും ഒരു വിശ്വാസിയുടെ വഴിപാട് നേർച്ചയാണ് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നും NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJPയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJPയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, LDFും UDFും. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജനാധിപത്യ ബോധത്തെ 200 രൂപയുടെ കിറ്റ് കൊണ്ട് അളക്കുകയാണ് BJP എന്ന് T. സിദ്ദിഖ് MLA ആരോപിച്ചു. BJPയുടെ നോർത്ത് ഇന്ത്യൻ പരീക്ഷണമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. എത്തിക്കൽ വിരുദ്ധമല്ല, ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വിവാദങ്ങൾ തുടരുന്നതിനിടെ വൈകിട്ടോടെ വീണ്ടും കിറ്റുകൾ. ഇത്തവണ തെക്കുംതറയിലെ പ്രാദേശിക BJP നേതാവ് VK ശശിയുടെ വീട്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് കിറ്റുകൾ പിടികൂടിയത്. സേവാഭാരതിയുടെ കിറ്റുകളാണെന്നും വിഷുവിന് കിറ്റുകൾ നൽകാറുണ്ട് എന്നും വിശദീകരണം. ഇത് സാധാരണ ഓണത്തിനും വിഷുവിനൊക്കെ സേവാഭാരതി കൊടുക്കുന്ന കിറ്റാണ്. ഇത് ഈ വർഷം എന്ന് പറഞ്ഞാൽ വിഷുവിന് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്തു. അത്രയും അത് കാര്യമുള്ളൂ. ആലത്തൂരിലെ ആയുധങ്ങൾ LDFനെയും CPIMനെയും വെട്ടിലാക്കി. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിന് പുറകിലെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചുവെന്നാണ് UDF ആരോപണം. മണ്ഡലത്തിൽ UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDFനില്ല എന്ന് K. രാധാകൃഷ്ണൻ പറഞ്ഞു. ബാലറ്റിലൂടെയുള്ള യുദ്ധത്തിനാണ് LDF തയ്യാറെടുക്കുന്നത്. തനിക്കെതിരായി ഉയരുന്നത് വ്യാജ ആരോപണമാണെന്നും മറിഞ്ഞുകിടന്ന തന്റെ ഫ്ലക്സുകൾ കെട്ടാനെത്തിയ പ്രവർത്തകരാണ് കാറിലുണ്ടായിരുന്നത് എന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല പിന്നെ ഈ വിട്ടകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. കിറ്റിലും ആയുധത്തിലും BJPയും LDFും പ്രതിരോധം ഉയർത്തുന്നുണ്ടെങ്കിലും ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നില്ല ഇരുവിഭാഗങ്ങളും. ഇലക്ഷൻ ഡെസ്ക് 24. ഈ അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസവും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല.